അസ്സലാമലൈക്കും. വന്ന് നോക്കിയപ്പോ എല്ലാരും ഡോക്ടർമാരാണല്ലോ. ഇതിൽ ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെയാണ്? ഓ വെരി ഗുഡ്. ഒരു ഡോക്ടർ ഇങ്ങോട്ട് വാ. പേരെന്താണ്? ഇതാ ഡോക്ടർ ഇങ്ങോട്ട് വാ. ഡോക്ടർ ഷിതക്ക് ഒരു കൈ കൊടുക്കുക, ക്ലാപ്പ് കൊടുക്കുക എല്ലാരും. എന്തുകൊണ്ടാണ് നീ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത്? ചോറ് തിന്നിട്ട്. ഇന്ന് രാവിലെ എന്തൊക്കെയാ കഴിച്ചത്? ഇന്ന് രാവിലെ ഉപ്പുമാവ്. ഒരു ക്ലാപ്പ് കൊടുക്ക്. നമ്മൾ രാവിലെ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? രാവിലെ ഭക്ഷണം കഴിക്കാതെ വന്നവരുണ്ടായോ? ഇല്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാറുണ്ടോ? ഉമ്മ പറയണോ ഉപ്പ പറയണോ? നിങ്ങൾ സ്വയം ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദി ആരാണ്? ഉപ്പ പറയണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദി ആരാണ്? അവനവനല്ലേ? അപ്പൊ ആരോ പറയണോ നിങ്ങളോട് ചെയ്യണമെങ്കിൽ? അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണം? ഒന്നും നിങ്ങളെ ഉപ്പയും ഉമ്മയും പറയാൻ വേണ്ടി കാത്തിക്കരുത്. സ്വയം ചെയ്യണം. ഉറക്കെ പറ. അല്ലേ? ഞാൻ സ്വയം ചെയ്യുമെന്ന് പറ. ഞാൻ സ്വയം ചെയ്യൂ. വെരി ഗുഡ്. എന്ത് കാര്യം അങ്ങനെ പറയണം കേട്ടോ. നിങ്ങളിപ്പം നടക്കുന്നതും ശ്വസിക്കുന്നതും ഒക്കെ എന്ത് വെച്ചിട്ടാ? നിങ്ങളെ ശരീരം കൊണ്ടല്ലേ. നമുക്ക് ആരോഗ്യമുള്ള ശരീരം വേണോ? ആരോഗ്യമില്ലാത്ത ശരീരം എന്താ ചെയ്യാം? നിങ്ങളിപ്പോ എന്നും ജങ്ക് ഫുഡ് കഴിക്കണം. എന്നും ഇങ്ങനെ വെറും ലേസും പിന്നെ 7-Up പെപ്സിയും തന്നെ കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും? എല്ലാരും ഉറക്കെ പറയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ടീച്ചർ ഇപ്പൊ ഒരു ദിവസം ഒരു കയ്യിൽ ലേസും വേറെ കയ്യിൽ ഫ്രൂട്ട്സും തന്നു. നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? വെരി ഗുഡ്. ഫ്രൂട്ട്സ് ഉള്ളവരൊക്കെ ഒന്ന് കൈവെക്ക്. ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുന്നവര്. ഓക്കെ. ലേസ് തിരഞ്ഞെടുക്കുന്നവരൊന്ന് കൈവെക്ക്. ലേസ് തിരഞ്ഞെടുക്കുന്നവര് ലേസാണോ തിരഞ്ഞെടുക്ക? അപ്പൊ ലേസ് ആരോഗ്യമുള്ള ഭക്ഷണം അല്ലല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് ലേസോ ഫ്രൂട്ട്സോ തിരഞ്ഞെടുക്ക? ഇല്ല. നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യും. എല്ലാവരും കൂടി ഒരു പാട്ട് പാടിയാലോ? നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ച പാട്ടുണ്ടോ? പാട്ട് പാടി നിങ്ങൾക്ക് സന്തോഷം കിട്ടിയോ? അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് സന്തോഷം കിട്ടൂല്ലേ? നമുക്കറിയാം നമ്മുടെ നാട്ടില് ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾ കേട്ടുക്കോ. എന്താണ് ഓപ്പറേഷൻ തൂഫാൻ? ഓപ്പറേഷൻ തൂഫാൻ കേട്ടില്ലേ? എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ കഴിക്കുന്നവരാ പിടിച്ച് ജയിലിലിടുന്ന ആൾക്കാരാണ് എന്ത് ഓപ്പറേഷൻ തൂഫാൻ. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലല്ലോ. വലുതാകുമ്പം നല്ല കുട്ടികളായിട്ട് വളരാനല്ലേ? അല്ലേ? എങ്ങനെ വ്യായാമം ചെയ്യാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് കളിക്കാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാറുണ്ടോ? കളിക്കാറുണ്ടോ? എന്ത് കളിയാ കളിക്കല്? എന്ത്? തൊട്ടാവാടി. പിന്നെന്തൊക്കെ കളിയാ കളിക്കല്? കുട്ടികൾ കളിക്കണോ കളിക്കണ്ടേ? എങ്ങനെ കളിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് കൈവക്ക്. കളിക്കണം എന്നുള്ളതൊക്കെ വെരി ഗുഡ്. മൊബൈലിലാണോ കളിക്കേണ്ടത്? കാലുകൊണ്ടാണോ കളിക്കേണ്ടത്? ആണല്ലേ? ഇതിൽ ആരോ ഒരാളുണ്ടല്ലോ മൊബൈലിൽ തന്നെ പോയി കളിക്കുന്നവര്. അതാരാണ്? ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണ്? കൈവക്ക്. ഓക്കെ. എല്ലാരും ഡോക്ടേഴ്സ് അല്ലേ? ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരോ? വെരി ഗുഡ്. എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവരോ? ഒരു നല്ല മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നവരോ? ഓക്കെ, വെരി ഗുഡ്. ഒരു 25 വർഷം കഴിഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ട്
അന്ന് നീ എങ്ങനെ ഉണ്ടാവും? ഇവൻ പറ്റ 5 വർഷം കഴിഞ്ഞ് നീ എങ്ങനെ, 25 വർഷം കഴിഞ്ഞാൽ നീ എങ്ങനെ ഉണ്ടാവും? ഒന്ന് കണ്ണടിച്ചൊന്ന് ഇമാജിൻ ചെയ്ത് 25 കൊല്ലം കഴിഞ്ഞിട്ട് നീ ചെറിയ ആളാണോ വലിയ ആളാണോ? മീശ ഉണ്ടാവുമോ? അല്ലേ മീശ ഉണ്ടാവൂലേ? മീശ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നീ എത്ര വലിപ്പം ഉണ്ടാവും? അന്ന് നീ ഡോക്ടർ ആവാനല്ല ആഗ്രഹിക്കുന്നത്? അന്ന് നീ ഒരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ രോഗികളെ പരിശോധിച്ചിരിക്കുന്നത് ചിന്തിക്ക്. നീ വലിയൊരാളായി ഡോക്ടറായി ഇങ്ങനെ പരിശോധിച്ചിരിക്കുന്നത്. നിന്റെ ഉപ്പാന്റെ അത്ര വലുപ്പമായിട്ട് നീ നിൽക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് രോഗികളെങ്ങനെ പരിശോധിക്കുന്നത് ചിന്തിക്കും. രോഗികളെങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഡോക്ടറായിട്ട്. ഒന്ന് ചിന്തിക്ക്. സൂചി വെക്കുന്നു. ഓക്കെ, ടീച്ചർ ആവണമെന്ന് പറഞ്ഞോ? ടീച്ചർ, അതാ ഒരാൾ ടീച്ചർ. 25 കൊല്ലം കഴിഞ്ഞ് നീ ടീച്ചറായിട്ട് ഈ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ചിന്തിക്ക്. 25 വർഷം കഴിയുമ്പോൾ നീ എങ്ങനെ ഉണ്ടാവും? പഠിപ്പിക്കും. ഓക്കെ, പിന്നെ വേറെന്താവാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാ? എല്ലാരും ഒറ്റയടിക്ക് പറഞ്ഞൊരു കാര്യം എന്താണ്? നല്ലൊരാളാവണം എന്നല്ലേ? നല്ല ആളായി കഴിഞ്ഞാല് എന്തായിരിക്കും നിങ്ങൾക്ക്? നിങ്ങൾ 25 വർഷം കഴിയുമ്പോഴും നല്ലൊരാളായി നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചവനോട് പ്രാർത്ഥിക്കണം. ഒക്കെ ഒരു ക്ലാസ് കൊടുക്കി. അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? നല്ല ശീലങ്ങൾ ഉണ്ടാവണ്ടേ? എന്തൊക്കെയാണ് ഇതിന് നല്ല ശീലങ്ങൾ എന്ന് പറയാം? നമ്മൾ ചെയ്യുന്ന നല്ലൊരു ശീലം പഠിക്കണം. ഒരു ക്ലാസ് കൊടുക്കി. പിന്നെ ഒരു നല്ല ശീലം പറ. എന്ത്? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഒരു നല്ല ശീലം പറ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഒരു നല്ല ശീലം എന്ത്? വെരി ഗുഡ്. ഒരു ചീത്ത ശീലം എന്താ പറ? ഏതെങ്കിലും ഒരു ചീത്ത ശീലം നമ്മൾ ചെയ്ത് എന്ത്? ഫോൺ കാണുക. വെരി ഗുഡ്. പിന്നെ ഒരു ചീത്ത ശീലം എന്താണ്? ടി വി ആണ്. വെരി ഗുഡ്. പിന്നെ ഒരു ചീത്ത ശീലം നിങ്ങൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാവാനല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ? നിങ്ങൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവൂലേ? കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പിന്നെ കളിക്കാനുണ്ട്, മൊബൈൽ യൂസ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യാൻ? പഠിക്കുക, ഖുർആൻ ഓതുക. ഓക്കെ, പിന്നെ ഓക്കെ, അവസാനം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ചു നേരം ഫോണൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് അല്ലേ? എത്ര ടൈം വരെ ഒരു ദിവസം കുട്ടിയൊക്കെ ഫോൺ ഉപയോഗിക്കാം മാക്സിമം? ഒന്ന് പറഞ്ഞു നോക്കുക. ഒരാൾക്ക് എത്ര മണിക്കൂർ? 5 അല്ല, ഒരു ദിവസം എത്ര മണിക്കൂർ? 2 മണിക്കൂർ അല്ലേ? അതിലേറെ ഉപയോഗിക്കും. കുട്ടിയൊക്കെ അതിലും കുറച്ചേ പറ്റുള്ളൂ. പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷ്യവസ്തുക്കളെ പേര് പറയാം. ഇതിൽ നല്ലത് ആരോഗ്യമുള്ള ഭക്ഷണം ഏതാണ്? ആരോഗ്യമില്ലാത്തതെന്ന് പറയണം കേട്ടോ. ആപ്പിൾ നല്ലതാണോ ചീത്തയാണോ? വെരി ഗുഡ്. എല്ലാരും കൈവക്കി ഉറക്ക ആപ്പിൾ എന്ന് പറയാം. ആപ്പിൾ. വാട്ടർ, വെള്ളം നല്ലതാണോ ചീത്തയാണോ? വെരി ഗുഡ്. എല്ലാ ദിവസവും കുട്ടികൾ വെള്ളം കുടിക്കണോ കുടിക്കണ്ടേ? വെരി ഗുഡ്. മിൽക്ക് നല്ലതാണോ ചീത്തയാണോ? വെരി ഗുഡ്. 7 Up. വെരി ഓക്കെ.
കൊക്കക്കോള, പെപ്സി, ജ്യൂസ്, ബർഗർ, ഫിഷ്. വെരി ഗുഡ്, വെരി ഗുഡ്. വെജിറ്റബിൾസ്, വെരി ഗുഡ്. ചോക്ലേറ്റ്, കുറച്ച് ചോക്ലേറ്റ് കുഴപ്പമില്ല, ഒരു 50 ഗ്രാം കുഴപ്പമില്ല. ഓക്കെ, ചോക്ലേറ്റ് നോ ആണ് കൂടി കഴിഞ്ഞാൽ, കുറച്ച് കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തത്, നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? വെരി ഗുഡ്. ഉറങ്ങാതെ മൊബൈൽ നോക്കി നിൽക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ഓക്കെ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് പറഞ്ഞാല് എല്ലാവരും അങ്ങോട്ട് നോക്കി ഒന്ന് ക്ലാപ്പ് കൊടുക്കി. രണ്ടാളും കൈകൊണ്ട് ക്ലാപ്പ് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈകൊണ്ട് തട്ട്. ഫേസ് ടു ഫേസ്. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ, യു ആർ ഗുഡ് ഫ്രണ്ട്, യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. നീ എന്റെ അടുത്ത കൂട്ടുകാരനാണെന്ന് പറ, കൂട്ടുകാരിയാണ് പറ. നോക്കിയിട്ട് പറ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറ. നോക്കിയിട്ട് നോക്കി, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ക്ലാപ്പ്. ഏത്? എങ്ങനെ? ഓക്കെ. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലെ? ഇവിടെ ഒരുപാട് ഇത് ഡോക്ടർ നൽകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അല്ലേ? അപ്പൊ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഡോക്ടർ കൊടുക്കുന്ന ഒരു സാധനം എന്താണ്? ഗുളിക അല്ലേ? ടാബ്ലറ്റ്സ്. പിന്നെന്താണ്? ഇതെന്തിനാണ്? സൂചി. ഇത് വേറെ സൂചി. ഇത് ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലേ? കെട്ടാനൊക്കെ. നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം എന്നല്ല പറഞ്ഞത് എല്ലാരും. ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം? ഇനി നമുക്ക് നമ്മുടെ ശരീരത്തില് ബ്ലഡ് പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ്? വെരി ഗുഡ്. എല്ലാരും ഒന്ന് കൈവെക്ക്. എല്ലാരും ഇവിടെ നെഞ്ചത്ത് കൈവെക്ക്, ഇടതുവശത്ത്. ഓക്കെ. ഇനി നമ്മൾ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? നമ്മൾ ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്ന ഏതാണ്? നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയൽ ചെയ്യേണ്ട നമ്പർ പറ. എല്ലാരും ഉറക്കെ പറ. 5 2 1 0. 5 2 1 0. എന്താണ് 5 എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ 5 നേരം നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തില് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തണം. എന്ത്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും. നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്നും 5 നേരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും എത്ര നേരം ഉൾപ്പെടുത്തണം? എന്താണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും? കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസിന്റെ പേര് പറ. വെരി ഗുഡ്. വെണ്ടക്ക. കൈ ക്ലാപ്പ് കൊടുക്കി. പിന്നെ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസിന്റെ പേര് പറ. വൈലൻ. വെരി ഗുഡ്. തക്കാളി. വെരി ഗുഡ്. പിന്നെ വേറെ ഫ്രൂട്ട്സ് ഏതാ? പയറ്. ഫ്രൂട്ട്സിലേതൊക്കെ? ആപ്പിൾ. വെരി ഗുഡ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാ? മാംഗോ. പിന്നെ ആപ്പിൾ. ഇത് നമ്മൾ 5 നേരം ഭക്ഷണത്തിലും ഉൾപ്പെടുത്തണം. പിന്നെ നമ്മൾ ആദ്യത്തെ നമ്പർ ഏതായിരുന്നു? 5 അല്ലേ? രണ്ടാമത്തെ ഏതായിരുന്നു? 2 എന്താണ്? മൊബൈലും ടിവിയും ഒക്കെ എന്താണ്? 2 മണിക്കൂറിൽ കുറച്ച് മാത്രം ഉപയോഗിക്കും. എത്ര?
അപ്പൊ 5 കഴിഞ്ഞ് 2 എന്താണ് ഉദ്ദേശിച്ചത്? 2 എന്താണ്? 2 മണിക്കൂറിൽ കുറച്ച് മൊബൈൽ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് 1 ഉറക്കെ പറ. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. ഡോക്ടേഴ്സും വരും. ഡോക്ടേഴ്സും കൊണ്ട് വരട്ടെ. ഡോക്ടേഴ്സ് വരൂ. 3 ഡോക്ടേഴ്സും നമ്മളെല്ലാവരും നിങ്ങളെ കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കാം. ഓക്കെ ടീച്ചറെ അല്ലേ? അപ്പൊ എല്ലാരും എഴുന്നേറ്റ് നിൽക്ക്. ഓക്കെ നമുക്ക് ഇതാ എല്ലാരും ഇതാ കുറച്ചും കൂടെ നിന്ന് ഇതാ ഇങ്ങനെ ചാടി ചാടി ചാടി. ടീച്ചർമാർക്കും ബാധക കേട്ടോ അത്. അത് ടീച്ചർമാർക്കും ബാധക. ഓക്കെ സ്റ്റോപ്പ്. ഇനി എല്ലാരും ഇങ്ങനെ കൈ ക്ലാപ്പ് ചെയ്യ്. ഓക്കെ 1 എത്ര മണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്യണം? കുട്ടി ഇരുന്നോട്ടെ. എത്ര മണിക്കൂർ വ്യായാമം ചെയ്യണം? എത്ര മണിക്കൂർ? 1 മണിക്കൂർ. നമ്മൾ പറഞ്ഞു എത്രയാണ്? 5, 2, 1, 0 അല്ലേ? അതിൽ 1 മണിക്കൂർ വ്യായാമം ചെയ്യാം. ഇനി ലാസ്റ്റ് നമ്പർ എത്രയാണ്? 0 എന്താണ്? ഈ മുട്ടായി മധുരമുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ ഇതിന് മറ്റൊരു നമ്പർ എന്ന് വെച്ചാല് ഒരു വെള്ളം കുടിക്കുകയും വേണം കേട്ടോ. ഓക്കെ. ടൊമാറ്റോ നിങ്ങൾക്ക് ചിരിക്കാൻ ഇഷ്ടമാണോ? നമുക്കൊരു വെള്ളം നമ്മൾ ഒരു 7 ഗ്ലാസ് തൊട്ട് 8 ഗ്ലാസ് വരെ വെള്ളം എത്ര കുടിക്കണം ഓരോ ദിവസവും കേട്ടോ. അങ്ങനെ കുടിക്കാറുണ്ടോ? 7 ഗ്ലാസ് വെള്ളം കുടിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്ക്. ഒരു ക്ലാപ്പ് പിടിക്ക്. ഓക്കെ. നമ്മൾ ഡോക്ടേഴ്സിന്റെ കൂടെ നമുക്ക് കുറച്ച് ചിരിക്കുന്നത് നല്ലതാണോ മോശമാണോ? കുട്ടികളാണോ കൂടുതൽ ചിരിക്കുക? വലിയവരാണോ കൂടുതൽ ചിരിക്കുക? വലിയവരാണോ കൂടുതൽ ചിരിക്കല്? കുട്ടികളല്ലേ? ഈ ചിരി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടുണ്ടോ വലുതാകുമ്പോ? ചിരിച്ചാൽ എന്താണ് ഗുണം? നരകല്ല, സ്വർഗാണ്. സ്വർഗം. ചിരിച്ചാൽ എന്താ? നമ്മൾ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? പുഞ്ചിരി ദാനമാണെന്നല്ല പറഞ്ഞത് അല്ലേ? ഹദീസില്ല അങ്ങനെ? പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സദക്കാണ്, ഏറ്റവും നല്ല ധർമ്മാണ്. അപ്പൊ നമ്മൾ ചിരിക്കണം. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ക്ലാപ്പ് എടുത്തൊന്ന് ചിരിച്ചാലോ? ഓക്കെ. വെരി ഗുഡ് യേ. ഉറക്കെ പറ. വെരി ഗുഡ് യേ. ഓക്കെ. ഇനി ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ടെക്നിക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള പാല് കുടിക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ കൂടെ ഉള്ളവർക്ക് പാല് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ചിരിക്കണം കേട്ടോ. ഓക്കെ. വെരി ഗുഡ്. ക്ലാപ്പ് അടിക്ക്. ഓക്കെ. നമ്മളിങ്ങനെ ഒരു കയ്യിൽ പാലെടുക്കുക ഇവിടെ. ഓക്കെ. ഇതിലൊരു പാലെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പം ചിരിക്കണം കേട്ടോ. നോക്ക്. ഏ പാല് കൊണ്ട് വയ്ക്കുന്നു. ധരിക്കും പാല് കഴിക്കി. ഏ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ കാണുകയാണ്. ഓക്കെ. അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ തിന്നുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ ചിരിച്ചു നോക്കാം. ഓക്കെ. എല്ലാവരും ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഓക്കെ. ഓക്കെ. ഇരുന്നോളൂ. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ എപ്പോഴും നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ വളർത്തിയെടുത്താൽ എന്താവും? നിങ്ങൾ വലുതായി ടീച്ചർ അത്ര ആവുമ്പോൾ എന്താവും? നിങ്ങൾ ആരോഗ്യത്തോടെ നിൽക്കും. ആരോഗ്യം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഇന്ന് കുറെ നിങ്ങളെ വീട്ടിലാർക്കോ പ്രമേഹമുണ്ടോ? ആർക്കെങ്കിലും അസുഖം?
പഠിക്കാനായില്ല അല്ലേ? പ്രഷറൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ് വലുതാകുമ്പോൾ വരുന്നത്? കുട്ടിക്കാലം തൊട്ട് ആരോഗ്യം ശ്രദ്ധിക്കാത്തോണ്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കോ അല്ലേ? ശ്രദ്ധിക്കോ? ഓക്കെ. നമ്മൾ 5 എന്തായിരുന്നു പറഞ്ഞത്? 5 എന്താ പറഞ്ഞത്? 5 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ? പിന്നെ 2 എന്താ പറഞ്ഞത്? നമ്മൾ സ്ക്രീൻ മൊബൈലൊക്കെ 2 മണിക്കൂറിൽ കുറഞ്ഞ സമയം ഉപയോഗിക്കുക അല്ലേ? മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ട. നിങ്ങൾ മൊബൈൽ ടാസ്ക് കൊടുക്കാറില്ലല്ലേ? ഓക്കെ. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യണ്ട കേട്ടോ. മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ മൊബൈലിന് ബ്ലൂ സ്ക്രീൻ എന്ന് പറയും, ബ്ലൂ ലൈറ്റ് ഇങ്ങനെ വരും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഉറക്കം കിട്ടൂല. നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്ന ഹോർമോൺ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ മൊബൈലിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ എന്താവും? നിങ്ങളെ സ്വഭാവത്തിനെ സ്വാധീനിക്കും. ഓക്കെ. ഈ ഡോക്ടേഴ്സിനെ നിങ്ങൾ മറക്കോ അല്ലേ? ഇനിയൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് വന്നൊരു ഡോക്ടർ സന്ദേശം പറ. രണ്ട് ഡോക്ടേഴ്സ് വരും. വരി 2 ഡോക്ടേഴ്സ് കൂടി വരി. എന്താണ്? ഡോക്ടർ ലെമി, ഡോക്ടർ യമി, ഡോക്ടർ ഐസ. ഓക്കെ. വരൂ. പിന്നെ ആരാ ഡോക്ടർ വരുന്നത്? വരി. നോക്കട്ടെ. അപ്പൊ നമ്മള് കൊച്ചു ഡോക്ടർമാരാണ്. അപ്പൊ ഡോക്ടറായിട്ട് നീ ആൾക്കാർക്ക് രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താ പറഞ്ഞു കൊടുക്കുക? ഒരു ഡോക്ടർ എന്ന നിലക്ക് നീ എന്താ പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൽ പോയിട്ട്? വെരി ഗുഡ്. ക്ലാപ്പ് കൊടുക്കി. നീ എന്താ പറയാ? വെള്ളം കുടിക്കാൻ പറയോ? ഓക്കെ. ഇനി എന്താ പറയാ? എന്നും നിസ്കരിക്കാൻ വേണ്ടി പറയോ? വെരി ഗുഡ്. പിന്നെ എന്നും വ്യായാമം ചെയ്യാൻ പറയോ? വെരി ഗുഡ്. ഓക്കെ. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. എനിക്ക് പോവാൻ സമയമായി കേട്ടോ. ഞാൻ ടീച്ചർ പറഞ്ഞപ്പം തിരക്ക് പിടിച്ചിങ്ങോട്ട് വന്നാണ്. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടായോ? എന്താ നിങ്ങൾ പഠിച്ചത്? മൊത്തത്തിൽ എന്താ പഠിച്ചത്? എന്താണ് പഠിച്ചത്? ABCD. വെരി ഗുഡ്. ഇതെന്താ പഠിച്ചത്? ആരാ അവിടുന്ന് ഒരു പാട്ട് പാടി തരാം? മാഷ ആരാ പാട്ട് പാടുന്നത്? ഒരു പാട്ട് പാടിക്കോ. ആരാ പാടുന്നത്? ആരാ പാടുക? എന്നാ പാട്. പാട്. ഒരു പാട്ട് ഇതാ. ഓക്കെ. പേരെന്താ? പേര് ഡോക്ടർ റേ. പാട്. ഡോക്ടർ റയാൻ. പാട്. പാടിക്കോ. കമോൺ. ഡോക്ടർ റയാൻ. ആരാ പാടുന്നത്? ഓക്കെ. बोले